ഇന്ന് മൃദുലയ്ക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്, പക്ഷെ ഒരു സങ്കടമുള്ള ദിവസമാണ് അല്ലേടി? സങ്കടം കഴിഞ്ഞ് ഇപ്പൊ സന്തോഷം. ആ സങ്കടത്തിന്റെ ആശ എന്തോ അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്റെ മേക്കപ്പ് സാധനം മൊത്തവും കുത്തി. മൃദുല ചില സാധനങ്ങൾക്ക് എടുത്തു കൊടുത്തിട്ട് പറയേ, അയ്യോ അത് അവ തുറക്കത്തൊന്നും ഇല്ല. നിന്റെ അച്ഛൻ വിചാരിച്ചാലും തുറക്കൂല, തുറക്കും. മൊത്തവും മൃദുല ഒരു സൈഡിൽ. നമുക്ക് വലിയൊരു അബദ്ധം പറ്റി ഗൈസ്. ഇവിടൊക്കെ എല്ലാം ലോക്ക് വെക്കണമായിരുന്നില്ലേ? ഒന്നും ലോക്കില്ല. അവൻ തുറക്കും, വലിച്ചു വാരിയിടും. അതൊരു വലിയ അബദ്ധമായി പോയി. നമ്മളാ ഫ്യൂച്ചറിനെ പറ്റി അങ്ങോട്ട് ചിന്തിച്ചില്ല. ലോക്ക് വേണോ, ഇതെല്ലാം തുറക്കും എന്നൊക്കെ ചിന്തിച്ചില്ല ഗൈസ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ അതെല്ലാം ചിന്തിച്ച് വേണം വെക്കാൻ. അതായത് നമ്മുടെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നമ്മൾ വന്ന് കയറിയതാണല്ലോ വീട്ടിൽ. അതെ, എട്ടും പൊട്ടും തിരിയാത്ത 26 പ്രതീക്ഷിക്കാതെ വന്നല്ലേ. കുറേയും കൂടി ഇപ്പൊ ആലോചിക്കുന്ന ഇന്റീരിയർ ചെയ്തതിൽ കുറച്ചും കൂടി ഒരുപാട് പാളിച്ചകളുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. പിന്നെ കുഞ്ഞ് വളർന്നപ്പോൾ അവന്റെയും കൂടി സൗകര്യത്തിന് നമ്മൾ ചെയ്തില്ല എന്ന് പോലെ തോന്നലുണ്ട് കേട്ടോ. നമുക്ക് ഫ്യൂച്ചറിൽ ബെറ്റർ ആക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിലേനെ കണ്ടതുപോലെ തന്നെ സങ്കടം ആദ്യമേ അങ്ങ് പറയാം, വിഷമം ആദ്യം പറയാം. സോ മൃദുലയുടെ ഫോൺ ഈ നിൽക്കുന്ന കുടുത്തം കെട്ടവൻ രണ്ടാമത്തെ നിലയിൽ നിന്നും തള്ളിയിട്ട് ചന്നം പിന്നം പൊട്ടിച്ചു ഗായ്സ്. ഇതൊക്കെ ഒട്ടിക്കുന്ന വെറുതെ കേട്ടോ. സ്ക്രീൻ അല്ലാതെ സ്ക്രീൻ ഗാർഡിന് ഒരു മര്യാദയുണ്ട്. നമ്മളിപ്പം ഇങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് വീണാ ഓക്കെ, അത് നമ്മൾ പിന്നെ പറയാൻ പാടില്ല. അപ്പം സ്ക്രീൻ ഗാർഡ് ഊരി തെറിച്ച് ഈ സാധനം ഗൈസ് കണ്ടേ, ഫോൺ ബെൻഡായി കണ്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ. ബാക്ക് ഗ്ലാസ് ആണല്ലോ, മൊത്തം പൊട്ടി, ചന്നം പിന്നെ പൊട്ടി, ചെതറിപ്പോയി. ഇത് കണ്ടോ, ഫുള്ള് പൊട്ടി കണ്ടോ. ഏട്ടൻ പറഞ്ഞോലേ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇനി ഉപയോഗിച്ചാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇത്രയും ചന്നം പിന്നെ പൊട്ടി ഇരുന്നിട്ടും ഇത് വർക്കാവും ഇല്ല. ഓണാവുന്നില്ല ഇപ്പൊ. വർക്കാവും. എന്തുവാടാ നിനക്ക് ചിരിക്കലാ? ഞാൻ ഒന്നും ചെയ്തില്ല, നാട്ടുകാരനാവും പടയുന്നേ. നീ എന്നെ ഉത്തരവാദി എല്ലാത്തിനും. അങ്ങനെ മൃദുല, ഇത് ഞാൻ ആദ്യമായിട്ട് മൃദുലക്ക് എന്തോ കാര്യം പറയുന്നത്, ഭയങ്കര കാര്യം പറച്ചില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ സമയത്തില്ല, അവൻ തന്നെ വോയിസ് ഓവർ ചെയ്യണം. എന്തൊക്കെയാ പറയുന്നത് ഗൈസ്. മൃദുലക്ക് ഞാൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്ത ഫോണാണ് ഗൈസ് ഇത്. ബർത്ത്ഡേക്ക് ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആദ്യം ഞാൻ SC കൊടുത്തായിരുന്നു. ആ ഫോൺ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. ആ സാധനം എവിടെ? ഇതിപ്പോഴും വർക്കിംഗ് ആണ് സ്റ്റിൽ. എത്ര വർഷം പഴക്കമുള്ള ഫോണാണ് ഇതിപ്പോഴും. ഇതാണ് ഞാൻ ആദ്യമായിട്ട് അവർക്ക് ഗിഫ്റ്റ്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ഐഫോൺ. ഇത് ഞാൻ ആദ്യമായിട്ട് അവർക്ക് ഫോണാണോ? അതാ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ഐഫോൺ. ആദ്യമായിട്ട് മൃദുലയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഐഫോൺ. നീ ഇതല്ലേ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഐഫോൺ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമുക്ക് ആദ്യമായിട്ടൊരു പുതിയ ഫോൺ. അത് നമ്മളെ കല്യാണത്തിന് മുമ്പ്, നിശ്ചയത്തിന് മുമ്പ് ഞാനൊരു iPhone 30 ആയിരുന്നു അന്ന് ഇറങ്ങിയത്. അപ്പം iPhone 13 തന്നെ എടുത്തു കൊടുത്ത്. അത് അവൾ ഏതാണ്ട് എത്ര കൊല്ലം ഉപയോഗിച്ച്? 3 കൊല്ലം ആവുന്നു. സ്വന്തം മോൻ തന്നെ അവന്റെ കളിപ്പാട്ടായിരുന്നു. എന്റെ ഫോണെന്നുപരി അവൻ വീഡിയോ എടുക്കും. ഇതിന്റെ ഒരു കാർട്ടൂൺ കാണും. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഇതിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് കറക്കി ഈ വീട് മൊത്തം കൊണ്ടുനടക്കും. ഞാനും പിന്നെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര പെട്ടെന്ന് പോന്നു, സങ്കടമായില്ലേ? എന്റെ ഉയരായിരുന്നു. പക്ഷെ അത് ഓണായപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അതിനകത്ത് കുറെ ഞാൻ എടുക്കാത്ത കുറച്ച് എവന്റെ മൊമെന്റ് ഒക്കെ വീഡിയോ എടുത്ത് വെക്കും. കുഞ്ഞിലത്തെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ എല്ലാ ഫോട്ടോസും എന്റെ ഉണ്ട്. അതൊക്കെ പോയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഇന്ന് മൃദുലയ്ക്ക് പുതിയ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി പോവാ. എവൾ അതിന് ഡിസർവിങ് ആണ്. കാരണം ഇത്രയും കൊല്ലം അവള് യൂസ് ചെയ്ത്. പിന്നെ ഈ പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്തായാലും ഇപ്പൊ 3 വർഷം കഴിയുമ്പോൾ ഈ ഫോൺ മാറും. അപ്പൊ നമ്മള് 18 ഇറങ്ങുമ്പോ ഏട്ടൻ നമ്മൾ പുതിയ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഏട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഞാൻ എടുത്തിട്ട് പുതിയത് നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടി വാങ്ങാം. ഫോണല്ല വ്ളോഗിങ്ങിന് യൂസ് ചെയ്യുന്നേ. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേറെ ഫോണില്ല. പിന്നെ എനിക്കെന്തായാലും
പ്രൈമറിയും ഒരു സെക്കൻഡറി ഫോണുണ്ട്. ഒരു വ്ളോഗിങ്ങിൻ്റെ ആവശ്യമായിട്ട് എൻ്റെ പേഴ്സണൽ ഫോൺ 2 ഫോണുണ്ട്. അപ്പോൾ എന്തായാലും അവൾക്കിപ്പോൾ ഫോൺ അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളിന്നൊരു പുതിയ 17 Pro Max തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും നോക്കുന്നില്ല, വലിയ സ്ക്രീനിലേക്ക്. കുറെ നാളായില്ലേ 13 തന്നെ യൂസ് ചെയ്യുന്നത്. അതാണ് 3 കൊല്ലം അല്ലേ, 3 കൊല്ലത്തിന് മേളിലായെന്ന് തോന്നുന്നു. 3 ആവുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും 3 ആവുന്നു. അപ്പം അപ്ഗ്രേഡിന് നിന്റെ മോൻ തന്നെ ഒരു സന്തോഷമാണ്. അവ എറിഞ്ഞു പൊട്ടിച്ച് ഏട്ടൻ വാങ്ങിച്ചു. പക്ഷെ ഇനി മേലെ നിനക്ക് ഒരു ഫോണും തരത്തില്ല. കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എത്തുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടാ, അവന് കളിപ്പാട്ടമായിട്ട് ഞാൻ കൊടുത്തിട്ടാ. അവൻ മേളിൽ കിടന്ന് ഓടിയപ്പോ ഞാൻ അവനെ പിടിക്കാൻ പോയപ്പോ അവൻ കയ്യിലിരുന്ന ഫോൺ ഒരൊറ്റ കയറും. അതങ്ങനെ കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു പോക്കറ്റ് സൈസ് ക്യാമറ അല്ലേ, അമ്പൂട്ടിന് പ്രാങ്ക് കൊടുത്തപ്പോൾ നിങ്ങളെ ഞാൻ അവൻ്റെ ചെസ്റ്റിൽ വെച്ചൊരു ക്യാമറ ഉണ്ട്. അവ ഒരു സാധനം എടുത്താൽ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനൊരു നേക്കുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയി അയ്യോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി വാങ്ങിച്ചത്. അത് അവ എന്തോ ഇങ്ങെടുത്ത് എറിയും. അന്ന് എൻ്റെ ക്യാമറ അങ്ങനെ എടുത്ത് കളഞ്ഞു. ഞാൻ എൻ്റെ നെഞ്ചത്ത് ഞാൻ കൈ വെച്ച്. അപ്പൊ അവൻ്റെ വാങ്ങുന്ന അമ്പൂട്ട അങ്ങനെ വിളിച്ച് മക്കളെ കൊണ്ട് കൈ തരും. അല്ലാണ്ട് പിടിച്ചാ അത് നല്ല ശീലമല്ല. നീ കുറച്ചും കൂടി വലുതായ നിന്റെ 2 വയസ്സ് ഞാൻ പൊട്ടിക്കും. ചിരിക്കണ്ട. യുവർ സീറ്റ് ബാക്ക് സൈഡ് ഗോ. കൂളി ഗ്ലാസ് വെക്കുന്ന അത് കൊള്ളാല്ലേ. ഞാൻ പറഞ്ഞപ്പം നീ കുരുത്തക്കട കൂടുന്നുണ്ടോ നിന്റെ നീ ഫോണെങ്ങാനും എഴുതി പൊട്ടിട്ട് നീ ഇച്ചിരി കൂടി ആയിക്കഴിഞ്ഞാൽ നിന്നെ അടിച്ചിന്റെ തണ്ടി അടിച്ചാൽ പൊട്ടിക്കും. ഊറ കണ്ണാടി. നീ ആറാ മോഹൻലാലോ കണ്ണാടി വെക്കാൻ? പിന്നെ നിന്റെ കൂട്ട്നെസ് ഒക്കെ എന്റെ കൈ വെച്ചാൽ മതി. ഇനി കൂട്ട്നെസ് ഒന്നും കൊണ്ടിട്ട് കാര്യമില്ല കേട്ടോ. ഊറ കണ്ണാടി. എന്തു പറഞ്ഞാലും കണ്ണാടി എടുത്തു നോക്കിയോ. എന്തൊരു കഷ്ടം. എടാ നീ എനിക്ക് 10 രൂപ അല്ല 1000 രൂപ സ്പിൻ ചെയ്തിട്ട് അതിൽ നിന്ന് നിനക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിച്ചത്. അറിയോ കൂട്ടം കേട്ടവനെ? ഇതാരിത് തൊപ്പിയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. നീ ഇട്ടിരിക്കുന്ന പാന്റ് എന്റെ ഇല്ലേ? മോന്റെ ഷോ. വണ്ട് അടിച്ചളാ. പോയി ഞാൻ ഇവിടത്തെ അടക്കിട്ട് ഇപ്പൊ പോവല്ലേ. നിന്നെ വണ്ട് നിർത്താതെ പിന്തുടരുന്നില്ലടി. എന്തെങ്കിലും ശത്രുത ഉണ്ടോ? ഇല്ല ഈച്ച സിനിമയൊക്കെ കണക്ക് നീ കഴിഞ്ഞ ജന്മത്തില് വല്ലോ അല്ലേ നിന്നെ ആക്രമിക്കുന്ന വന്ന്. ഈ ഈച്ച എടുക്ക് ഇവിടുന്ന്. ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിക്കുന്ന ആശാൻ കേട്ടോ. നമ്മളെ വീട്ടില് ഓരോന്നായിട്ട് അടിച്ചു പോണ ഗൈസ്. ഫോൺ പോയി, നല്ല സമയമല്ല കേട്ടോ. ഫോൺ അടിച്ചു പോയി, പിന്നെ നമ്മുടെ TV അടിച്ചു പോയി ഗൈസ്. 2 കൊല്ലമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് അത് നിങ്ങൾ 4 2 വാങ്ങിച്ചിട്ട് 3 കൊല്ലത്തിന് മേളല്ലേ. കല്യാണത്തിന് മുമ്പ് വാങ്ങിച്ച TV അത് TCLന്റെ. അത് 2 വർഷം പക്ഷെ വാറന്റി ഉള്ളായിരുന്നു. കറക്റ്റ് ഈ വാറന്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം അടിച്ചു കേട്ടോ. അത് അങ്ങനെ കേട്ടോ. ഇലക്ട്രോണിക് സാധനം വാറന്റി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അടിച്ചു പോകും. അതുവരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കാനുള്ള സംഭവം ആ TVക്കകത്ത് വെക്കും. എന്തുകൊണ്ട്? അപ്പം അതൊരു ഭയങ്കര വിഷമായി പോയി. TV അടിച്ചു പോയി. പെട്ടെന്ന് നല്ലോണം വർക്ക് ആയിക്കൊണ്ടിരുന്ന TVയാ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അടിച്ചു പോയിട്ട് മേല് ലൈൻ വീണ്. എന്നിട്ട് അങ്ങ് കിടന്ന് വെട്ടുവാ, സ്ക്രീൻ അങ്ങ് വെട്ടുക, നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ അതിന്റെ എന്തായാലും നമ്മള് ശരിയാക്കി എടുക്കും. ഒരിക്കലും ഒരു കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞ് പുതിയൊരു സാധനം വാങ്ങുന്നില്ല. അത് ശരിയാക്കി എടുക്കുന്നേ ഉള്ളൂ. എത്ര രൂപയാവെന്ന് അറിയണമല്ലോ. മിക്കവാറും വന്നിട്ട് TVയുടെ പാതി വില പറയുമോ എന്തോ. എങ്കിൽ പിന്നെ ആക്രിക്കാരന് കൊടുക്കാനായിട്ട് നമ്മളെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ എടുക്കാം. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് 1 GB വേണ്ട. ഇപ്പൊ 1 GB ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. സെയിം ഇല്ലേ? എന്റെ ഇരിക്കുന്ന പ്രോയാ. പക്ഷെ പ്രോ ഉണ്ടല്ലോ നല്ല രസമാണ് യൂസ് ചെയ്യാൻ. ഒട്ടും വെയിറ്റ് ഇല്ല, ചെറുതാ, ഭയങ്കര ഇത്ര വെയിറ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഇതാണ് ബാറ്ററി കുറച്ചും കൂടി ബാക്കപ്പ് കിട്ടുന്ന Pro Max ആ. പക്ഷെ എനിക്ക് പ്രോ ഭയങ്കര ഇഷ്ടമാണ്. പ്രോ നല്ല ചെറുതായതുകൊണ്ട് എന്റെ ഈ വിരലിൽ ഇങ്ങനെ പിടിക്കാം ഫോൺ. അത്രേ ഉള്ളൂ. ഈ ഫോൺ മുതലേക്ക് ഒരു 5 കൊല്ലം യൂസ് ചെയ്യണം. ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ അതുകൊണ്ട് നമ്മൾ 1 GB തന്നെ എടുക്കാന്ന് വിചാരിച്ചേട്ടോ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ ആയിരുന്നല്ലേ? 1 GB അല്ലേ? ഇതുണ്ടോ? ഇല്ലല്ലേ? ഈ കളർ ഉണ്ടോ എന്ന് ചോദിക്കണം. ഓറഞ്ച് ഇല്ല. ഇവിടെ ഉള്ളത് ബ്ലൂ ആണ്. എന്റെ സെയിം കളറാണ് കേട്ടോ. എനിക്ക് ഒന്നും ഓറഞ്ച് കിട്ടിയില്ല. ഓറഞ്ചിന് പിടിവലിയ. അപ്പം
സെയിം പിച്ച് ആവാം. ഓറഞ്ച് കളറല്ല, സന്തോഷമായിരിക്കും. കുഴപ്പമില്ല, നീ അല്ലെങ്കിൽ ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ കളറിൽ ഇങ്ങനെ. എന്റെ ഇപ്പൊ സെയിം ആയി. അത് സന്തോഷം. പൗച്ചിട്ടാലും ഈ ഓപ്പൺ ഏരിയ എപ്പോഴും നല്ല ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ആരും അറിയണ്ട. മുഖം ഒരു സന്തോഷം. അടുത്ത എറിഞ്ഞു പൊട്ടിക്ക് ഇപ്പൊ ഇടാനാണ് എനിക്ക്. ഇനി മൃദുലയ്ക്ക് സ്പേസ് ഇല്ലാതെയായിരുന്നു ഏറ്റവും വലിയ സങ്കടം. ഒരു 2 ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ സ്പേസ് കാണില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ആപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് മൃദുല ഇരുന്ന ഞാൻ ആദ്യം കൊടുത്ത ഫോൺ 64 GB, പിന്നെ കൊടുത്തത് 128 ആയിരുന്നു. 128 ഉള്ളായിരുന്നു. ഇവന്റെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോ തന്നെ കംപ്ലീറ്റ്. അമ്പുവിന്റെ ഫോട്ടോ നമുക്കൊന്ന് കളയാനും തോന്നുന്നില്ല. കളയത്തില്ല. അത് ഒരേപോലത്തെ ഒരു 5 ഉണ്ടെങ്കിൽ ഞാൻ കളയത്തില്ല ഒരെണ്ണം പോലും. പിന്നെ 1 GB ആയതുകൊണ്ട് ഇനി സൂക്ഷിക്കണം. ഓക്കെ, കൊടുക്കത്തില്ല. അത് കേട്ടാ മതി ഗൈസ്. നിങ്ങൾ കേട്ടല്ലോ നീയും കേട്ടല്ലോ. ഓക്കെ. ഏയ് ഗൈസ്, അപ്പോൾ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. ഇതാണ് നമ്മൾ ഫൈനലി എടുത്തത് കളറ്. പിന്നെ ചേട്ടനൊക്കെ ഒരു സ്ക്രീൻ ഗാർഡ്, ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച. പിന്നെ ഒരു വാച്ച് നമുക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു വാച്ച് തന്നെ കേട്ടോ. സോ കോംപ്ലിമെന്ററി ആയിട്ട് എനിക്കൊരു വാച്ച് കിട്ടി. ഒന്നാമത് എന്തെങ്കിലും വാച്ച് ഒരു സ്മാർട്ട് വാച്ച് കിട്ടി. അപ്പം അടുത്ത പൊട്ടിക്കാൻ തരാൻ നിനക്ക് ഇനി അടുത്തത് നിന്റെ ഫോൺ നീ. ഓക്കെ, ഫീൽ ചെയ്തോളൂ. അമ്പ് കുത്തുന്നുണ്ടോ? 5 വർഷം യൂസ് ചെയ്യാൻ പറ്റേ. പിടിച്ചോ. ഓക്കെ ഗൈസ്, ഭയങ്കര സുഖം കേട്ടോ. സാറ്റിസ്ഫൈങ്. യെസ്, സെയിം. എന്റെ സെയിം. ഈ ചെറുക്കനടുത്ത് ഫോൺ കൊണ്ടുപോകുന്നത് എനിക്കിപ്പോ പേടിയാ. അവ എറിഞ്ഞു പൊട്ടിച്ച. യെസ്, ഓണായിക്കോ. ഓക്കെ ഗൈസ്, ഓണായിട്ടുണ്ടെങ്കിൽ ബാക്കി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. ഫോൺ ഉണ്ടല്ലോ ഗൈസ്, സ്വിച്ച് ഓൺ ആക്കിയിട്ട് അപ്പോഴേ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച്. എനിക്ക് ഫോണൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. കൈ പിടിച്ചു. ഫൈനലി അമ്പൂട്ടിനെ താഴെ ഇറക്കി. എങ്ങനെയുണ്ടോ ഒരു ഫസ്റ്റ് ഒരു ഫീല്? ഇത്രയും നാള് ഒരു കുഞ്ഞു ഫോൺ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് വലിയ സ്ക്രീനിലാണ്. ഏട്ടന്റെ എടുക്കുമെങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോഴേ എനിക്ക് ആദ്യമായിട്ട് മൃദുലയ്ക്ക് ഫോൺ തന്ന ഓർമ്മയുണ്ട് കേട്ടോ. ഭയങ്കര കരഞ്ഞിരിക്കും. അന്ന് സർപ്രൈസ് അല്ലായിരുന്നു, അച്ഛനും അമ്മ എല്ലാരും ഉണ്ടായിരുന്നു. ഹാപ്പി. ഒരു സെൽഫി ഒക്കെ എടുക്കും. നമുക്ക് സെൽഫി ഒക്കെ കാച്ചാം. ഫസ്റ്റ് സെൽഫി അമ്പൂട്ടനില്ലേ? ഫസ്റ്റ് സെൽഫിയില് നമുക്ക് ഇരുന്നെടുക്കാം. ഇത് ലൊക്കേഷൻ. അമ്പക്കുട്ടി വാ, അമ്പക്കുട്ടി. ഫസ്റ്റ് സെൽഫി. ഇന്ന് അമ്മ ലഡ്ഡു. ഒരുപാട് പേര് ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നൈസ്. ഇനി പൗച്ചിടാം. ഇനി നമ്മള് ഭയങ്കര ലുക്കായിട്ടുള്ള പൗച്ചൊന്നും എടുത്തില്ല. അത്യാവശ്യം സേഫ് ആയിട്ടുള്ള പൗച്ചാണ്. കാരണം അത് ബൾക്കിയാണ്. പിന്നെ നമ്മളെ ഈ അത്യാവശ്യം ഇങ്ങനെ വെച്ചാലും ക്യാമറ ഇവിടെ നല്ല ബൾക്കായതുകൊണ്ട് സ്ക്രാച്ച് ആവില്ല. അതുകൊണ്ട് കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതലുള്ള ഒരു പൗച്ച് എടുത്തു കേട്ടോ. ലുക്ക് വെച്ച് കുറേ കുഴപ്പമില്ല. പിടിക്കാൻ ഒരു കംഫർട്ട് ഉണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് മൃദുലയുടെ ഈ ഫോണിൽ നിന്ന് ഇതിനകത്ത് കൂടെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ നമുക്ക്. സോ അതും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആവും. ഗിഫ്റ്റ് കിട്ടിയ വാച്ച്. വിഷമമുണ്ടോ? എന്തിനാ വിഷമം? ഇനി ഒന്നും എറിഞ്ഞ് പൊട്ടിക്കരുത്. ദൈവത്തെ പറഞ്ഞു, ഈ മാസം മൊത്തം ഒരു നഷ്ടക്കച്ചവടം മാസമായിരുന്നു. സെയിം സാംസങ്ങിന്റെ അതേ സാധനം കേട്ടോ. 5 മീറ്റർ ഡെപ്ത് വരെയുള്ള ഡൈവിനൊക്കെ ഉപയോഗിക്കും. എടാ അത് എനിക്ക് ഇഷ്ടപ്പെട്ട മുതലേ വാച്ചൊരെണ്ണം വാങ്ങണം, നല്ലൊരെണ്ണം വാങ്ങണം വിചാരിച്ചപ്പോൾ തൽക്കാലം നമുക്ക് സാംസങ്ങിന്റെ ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ബോക്സ് മാറ്റി. കൊള്ളാല്ലേ? കൊള്ളാല്ലേ? അപ്പോൾ മൈജി വന്നാൽ എല്ലാവർക്കും ഫോൺ വാങ്ങുന്ന എല്ലാവർക്കും സ്മാർട്ട് വാച്ച് ഉണ്ട്.
ഉണ്ട്, അതിനെ മൊബൈലിൽ കണക്ട് ചെയ്യാം. എന്നാൽ നൈറ്റ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കൂല കേട്ടോ അവര്. ഞാൻ പാസ്വേഡ് അടിക്കും. കമ്പനി റിജക്ട് ചെയ്ത്. ഇല്ല, കറക്റ്റായി. ഇതിന്റെ ഫേസ് കറക്റ്റ് ആവല്ലേ? അവിടെ ഓടി മടുത്തപ്പോ എന്റെ ഉടുപ്പ് കടിക്കുക. ഉടുപ്പ് കടിക്കുന്നുണ്ട്. അങ്ങനെ മൃദുല ഫോണൊക്കെ വാങ്ങി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കുക. വലിയ കുഴപ്പമില്ല. 128 അല്ലേ. അപ്പം സത്യത്തിൽ ആപ്പിളിന്റെ ഒരു എക്കോ സിസ്റ്റം ഭയങ്കരമാണ്. നമ്മളെ ഫോണിൽ നിന്ന് ആ മറ്റേ ഫോണിലോട്ട് അവനെ കാണിക്കാനാണ് ഇപ്പൊ കരഞ്ഞത് കണ്ടോ. അവരെ കാണിക്കാണ്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഫോൺ ഉണ്ടല്ലോ എത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നേ. അവളെ ലാസ്റ്റ് കോൾ ലോഗ് വരെ വരും. പാസ്വേഡ് പോലും വേണ്ട, ഫേസ് ഐഡിയും ആപ്പിളിന്റെ ലോക്ക് സ്ക്രീൻ മാത്രം അടിച്ചു കൊടുത്താൽ എല്ലാം ടക്കനെ അപ്പുറത്തെ ഫോണിലോട്ട് വരും. അപ്പൊ നമ്മൾ ആ പഴയ ഫോൺ തന്നെ പുതിയ ഫോണിലോട്ട് അങ്ങ് ആവുകയാണ്. അതൊക്കെയാണ് ആപ്പിളിന്റെ ഒരു എക്കോ സിസ്റ്റം ഭയങ്കരമാണ്. അതാണ് ഒരു ടൈം ആപ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ആപ്പിളിൽ നിന്ന് പിന്നെ ആരും പോകത്തില്ല. ആൻഡ്രോയിഡ് പിന്നെ ഒരു ഓപ്ഷൻ കാണത്തില്ല. ഇപ്പൊ വ്ലോഗ് എടുക്കുമ്പോ അമ്പോ നിലക്കണം. പാട്ടാണോ? വാവൂ വാവൂ. അപ്പൊ ഗൈസ് ഇനി ഫുഡ് കഴിക്കാം. പോവാം. നീ വിശപ്പില്ല പക്ഷെ അവള് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉറങ്ങിയിട്ട് വേണം എനിക്ക് ഫോൺ ഒന്നും മര്യാദക്ക് യൂസ് ചെയ്യാൻ. വാച്ചിന്റെ ഇന്റർഫേസ് കണ്ടോ? ഓണാക്കി ഓടിപൊളി. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ എങ്ങനെ സെയിം സാംസങ്ങിന്റെ ഒരു വാച്ച് ഉണ്ട്, അതിന്റെ ഒരു സെയിം കോപ്പിയാണ്. കോൾ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഇത് നോയ്സിന്റെ ആണ്. അത്യാവശ്യം ടച്ച് ഒക്കെ നല്ല റെസ്പോൺസിബിൾ ആണ്. ടോർച്ചോ സന്തോഷം കണ്ടേ. ഫോൺ അങ്ങോട്ട് കിട്ടിയപ്പോ മൃദുലയുടെ മുഖത്തുണ്ടായൊരു ഗ്ലോ. അത് ഭയങ്കര ഗ്ലോ ആയിരുന്നു കേട്ടോ. ഭയങ്കര പ്രസന്നതയായിരുന്നു മുഖത്ത്. ഭയങ്കര ഹാപ്പി. ഇതിനാണ് ഞാൻ കൈ കൊടുത്തേ. കാറ് മൊത്തം വെള്ളമായി. കരകണി വന്ന് നല്ല മീൽസോ ബിരിയാണിയോ കഴിക്കാന്ന് പറഞ്ഞുള്ള മൈൻഡിൽ വന്നതാ. എല്ലാം കഴിഞ്ഞു. നൂഡിൽസ്, ചിക്കൻ നൂഡിൽസും ഞാൻ നോർമൽ ഫ്രൈഡ് റൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. പക്ഷെ മൃദുലേക്ക് ഇഷ്ടമേ അല്ല. ഞാൻ കഴിപ്പേ ഇല്ല. എവക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, കാരണം ഒരു പോർഷൻ പറഞ്ഞാൽ നമ്മൾ കഴിച്ച് തീർക്കത്തില്ല. ഞാൻ ഇത് കഴിച്ച് തീർക്കത്തില്ല. അമ്പോട്ട് ഇഷ്ടമാണ്. കാരണം രണ്ടുപേര് ഒരെണ്ണം വാങ്ങിച്ച് ഷെയർ ചെയ്യാം. പക്ഷെ എവക്ക് ഇഷ്ടമല്ലാത്തപ്പോൾ ഞാനത്, അതാണ് നമ്മൾ പാർട്ട്ണറിന്റെ ഇഷ്ടം മനസ്സിലാക്കി നമ്മളത് മാറും. ഇത് കഷ്ടമൊന്നും ആലോചിക്കണം. ഫ്രൈഡ് റൈസ് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനുണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾ മാറ്റി, അതായത് മധുരം മാറ്റി ഏട്ടനോട് ചേർന്നത് കൊണ്ട് ഞാൻ അത് നല്ലതാ. ഇന്നലെ വെയിറ്റ് നോക്കി മൃദുലയുടെ 67 കിടന്ന മൃദുല 63ആയി. നൂഡിൽസ്, ഹക്ക നൂഡിൽസ്, നോർമൽ നൂഡിൽസ് അല്ല. എന്തോ പേര് പറഞ്ഞല്ലോടാ. ചിക്കൻ നൂഡിൽസ് അല്ലല്ല, എന്തോ വേറെ ഹാക്കാന്ന് എന്തോ പേര് പറഞ്ഞായിരുന്നു ചേച്ചി കൊണ്ടുവച്ചോ. നൂഡിൽസ് ചില്ലി ചിക്കൻ. അടിപൊളി നൂഡിൽസ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്തോ. ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് മൃദുലെ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. ഫസ്റ്റ് ടൈം. ഇല്ല ഇതിട്ടും കഴിച്ചിട്ടില്ല. ഇവിടുന്ന് എപ്പം വന്നാൽ നമ്മൾ ഊണ് ബിരിയാണി. ഫ്രൈഡ് റൈസ് അടിപൊളി കേട്ടോ. ഫ്രൈഡ് റൈസോ എന്തോ സ്പൂൺ വെച്ച് തന്ന ഒരു തൃപ്തി കിട്ടത്തില്ല. ഞാനും ആലോചിച്ചു ഏട്ടൻ ഭയങ്കര സ്റ്റൈലിൽ സ്പൂണ് ഫോർക്ക് ഒക്കെ വെച്ച് കഴിക്കുന്നേ. ഭയങ്കര പാട്. എനിക്ക് അറിയാതെ മാറുമെന്ന്. ഗൈസ് ട്രാൻസ്ഫർ ചെയ്യാൻ വെച്ചിട്ട് പോയതാണ്. ഇതുവരെ ആയില്ല ഗൈസ്. നേരത്തെ പെട്ടെന്നായിരുന്നു. ഇതിന് പിന്നെ നെറ്റ് ഒന്നും വേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും സെറ്റ് ആവുമായിരിക്കും. പക്ഷെ ആയില്ല കേട്ടോ. ഇനിയും 1 hour കാണിക്കുന്നു. ഇനി എന്തായാലും ഇതായിട്ട് പോവാം. കുറച്ച് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതായിട്ട് പോയില്ലെങ്കിൽ ഇനി കട്ടാവൂടെ ഇത് അല്ലേ? പിന്നെ കടിക്കുന്നു. അച്ഛാ കഥ പറയും. ഇപ്പം കൈ കൊണ്ട് ആക്ഷനാ. ഇങ്ങനൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞ് കാണിക്കും. ഇവിടെ എന്തോന്നത്? ഓ ഭയങ്കര സംഭവമായി പോയതല്ലേ. നിങ്ങളുടെ കഥ പറയുക.
ഞാൻ വലിയ ആളാണ്. ആ അയ്യോ കൈ 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 റാ കണക്കൊക്കെ ആക്കുന്നു കൈ. അങ്ങനെ ഫോൺ സെറ്റ് ആയതുണ്ട്. വാൾപേപ്പർ വാൾപേപ്പർ സഹിതം വന്നെന്ന്. നിന്റെ ഫോണിലിരുന്ന വാൾപേപ്പർ ഇതല്ലേ. അങ്ങനെ വീട്ടു സാധനവും ഇവിടെ പ്ലാസ്റ്റിക് ഡബ്ബുകൾ ഇല്ലയുടെ ഇവിടെ. ഡപ്പലവർ മൃദുല. അവന്റെ കയ്യിൽ ഒരു ഡപ്പ. മൊത്തം ഡപ്പ. എത്ര ഡപ്പ ഇത് വാങ്ങിച്ചത്? 3 എണ്ണോ? ഇത് 5 എണ്ണം ഉണ്ട് ഇതിനകത്ത്. അടച്ചിട്ട് വെക്ക. കൊള്ളാം കേട്ടോ. ഈ ഡ്രസ് നല്ല ക്യൂട്ട്. ഇതിന്റെ കൂടെ ഉള്ളതാണ്. ഇപ്പം തന്നെ അടിച്ചു പൊളിക്കും. ഫോണൊക്കെ കിട്ടി ഹാപ്പിയായി. ഇതൊക്കെ ഒന്ന് ചെയ്ത് ഇവന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് ഫോണിൽ കളിക്കേ. ഇത് എന്തുപടി രാത്രി ഇവിടെ ശിവനും അവിടെ ശിവനും പാർവതിയോ ആദ്യത്തെ ഫോണില് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. പ്രൊമോഷൻ എന്തോ ഒരു അതെ. ഫോൺ ഇന്ന് കിട്ടിയോണ്ട് ഭയങ്കര ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ത്വര. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു കീ ലൈറ്റ് ചെറിയൊരു RGB ലൈറ്റ് ഫിറ്റ് ചെയ്ത്. ഇതെന്നാലും ഇത് എന്തൊരു ഗൈസ് കാണിക്കുന്നത്. അതൊക്കെ ഉണ്ട്. നിന്റെ അവന്റെ ഒന്നും കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ചിരിക്കുന്നു. ആ ചെറുക്കന്റെ ഒന്നും കൊടുക്കരുത്. അവൻ നാശമാക്കും. ഒരു പ്രായം വരെ ഞാൻ എന്റെ ക്യാമറ വരെ പൂട്ടി താക്കോല് നിങ്ങൾ അവൻ എനിക്ക് അത്ര പേടിയാ കണ്ടോ. ഞാൻ ക്യാമറ വരെ പൂട്ടിയിട്ട് താക്കോല് ഇതിന്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഒന്നും ടേബിളിന്റെ മണ്ടയിൽ അവന് ടേബിളിന്റെ ഹൈറ്റ് കൂടിയ ടേബിളല്ലേ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഹൈറ്റ് കൂട്ടിയാ വെച്ചേക്കുന്നത്. അവൻ ഒരിക്കലും എത്തരുത്. അവൻ എത്തുന്നിടത്ത് വെച്ചാൽ അവൻ അറിഞ്ഞ് പൊളിക്കും. അത് എന്തിനാണെങ്കിലും. ഇതിനൊരു കുറവില്ലടാ അമ്പു നിനക്ക്. ഈ കളി മടുക്കത്തില്ലടാ നീ. ഇത് ബോറടിക്കത്തില്ലേ? നീ ഇത് തുടച്ച് തീർന്നിട്ടില്ല ഇത്ര നാളായിട്ട്. നീ 1 വയസ്സ് തൊട്ട് തുടക്കാൻ തുടങ്ങിയതാ. ഇതിലുണ്ട് തീർന്നില്ല. ആ വഴക്കൊന്നും പറയണ്ട. അതൊന്നും വേണ്ട. ഇതാണ് തുടപ്പ് തുടപ്പ് തുടപ്പ്. നിന്റെ മുഖത്ത് തുടച്ച് തീർന്നില്ല ഡോടി. ഞാൻ അങ്ങോട്ട് വന്നോണ്ടല്ലോ നിന്നെ ശരിയാക്കണ്ട നിന്നെ കേട്ടല്ലോ. മുറുവിന്റെ മോൻ മുറുവണ്ട പോടാ മതി. ഇവൻ ആരെ വാട്ടർമാനോ? ഇത് നോക്ക് അടുത്ത ബെഡ് നനയ്ക്കുന്നു. ഈ കുരുത്തക്കേട് പ്രോ മാക്സ് ആട്ടോ വന്നപ്പോ.